കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് വിലയുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാം, പാർട്ടിയെ ഒറ്റുന്ന പണിയെടുക്കരുത്. ചിലർക്ക് CPM കോൺഗ്രസിന്റെ KPC സെക്രട്ടറിമാർ കയറി വന്നാലും എഴുന്നേക്കൂല. എന്നാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങോട്ട് വരണം, മുണ്ടെല്ലാം കൂടെ അഴിച്ച് മറക്കിയിട്ടൊരു നിപ്പുണ്ട്. നിർത്തിക്കോണം. ഈ പാർട്ടി പോരാട്ടത്തിന്റെ പുതിയ പന്ഥാവിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ മുന്നേറ്റം നടത്താം. ഇനി ഈ നാട്ടിൽ ദരിദ്ര കുടികളായ ജനങ്ങൾ CPM വോട്ടില്ല. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥർ CPM വോട്ടില്ല. കൃഷിക്കാർ വോട്ടില്ല. അഴിമതി കണ്ടു മടുത്ത സാധാരണക്കാരും ഇടത്തരക്കാരും വോട്ടില്ല. അയ്യപ്പന്റെ സ്വർണം മുഴുവൻ അടിച്ചു കൊണ്ടുപോയതിനാൽ ഹിന്ദുക്കൾ വോട്ടില്ല. RSSന്റെ യോഗി ആദിത്യനാഥുമായി ചേർന്ന് ഈ സമുദായത്തിന് വിലക്കെടുക്കാൻ ശ്രമിച്ചതിനാൽ ന്യൂനപക്ഷങ്ങൾ വോട്ടില്ല. ഈ നാട്ടിലെ ലക്ഷം വരുന്ന സാധാരണ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തകർത്ത ഇവർ വോട്ടില്ല. ആയിരക്കണക്കിന് തൊഴിലിന് പകരം പുറംവാതിൽ നിയമനം നടത്തി PSC അട്ടിമറിച്ചതിനാൽ ചെറുപ്പക്കാർ വോട്ടിയില്ല. ബിസിനസ്സുകൾ തകർന്നതിനാൽ കടക്കാർ വോട്ടിയില്ല. താളം തെറ്റിയതിനാൽ ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാർ വോട്ടിയില്ല. ഈ നാട്ടിലെ കച്ചവടക്കാർ വോട്ടിയില്ല. പ്രവാസികളുടെ ക്ഷേമം പരിഹരിക്കാനൊന്നും ചെയ്യാത്തതിനാൽ പ്രവാസികൾ വോട്ടിയില്ല. യവന്മാരുടെ അങ്ങനെ അതാണ്. അല്ല ഇങ്ങനെ പറയാം, കപ്പല് മഞ്ഞത്ത് ചേർന്ന് നിൽക്കണം. അവിടെ ചേർന്ന് നിൽക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിലെ വിളക്കൊന്നും കാണാനില്ലെന്നാണ് പറഞ്ഞു. ഏറ്റുമാനൂർ അമ്പലത്തില് അവിടുത്തെ സ്വർണം കാണാനില്ല. പിന്നെ ഈ ഉത്രട്ടാതി വള്ളങ്ങളിൽ നടക്കുന്ന ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തില് ദേവന് നിവേദിക്കുന്നതിന് മുമ്പ് വാസവ വന്നിട്ട് പറയാം, വിളമ്പ് വിളമ്പ്, പിന്നെ വേണം പെട്ടെന്ന് വിളമ്പ്. ദേവനൊക്കെ അവിടെ ഇരിക്കും. ദേവന് നിവേദിക്കുന്നതിന് മുമ്പാണ് വാസവൻ അടിച്ചു കയറ്റിക്കൊണ്ട് പോയത്. കുണം പിടിക്കൂല. അവസാനം പ്രശ്നം വെച്ചപ്പോ ഭഗവാൻ പിണങ്ങി. ഹലോ, ആചാരം ലംഘിക്കപ്പെട്ടു. എവർക്കെന്ത് ആചാരം, എവർക്കെന്ത് വിശ്വാസം? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ എവർക്കെന്ത് സ്വർണ്ണക്കോലം, എവർക്കെന്ത് യോഗദണ്ഡ്, എവർക്കെന്ത് നൈഷ്ഠിക ബ്രഹ്മചാരി, എവർക്കെന്ത് ദ്വാരകപാലകൻ? സഖാക്കളെ, ഇത് അവസാനത്തെ കൊള്ളയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്നെ കുടിച്ചു മൂടുന്ന കാലം വരാവുക. ഒരു 35 കൊല്ലമെടുത്ത് ബംഗാളിലെങ്കിൽ നീ തീരാൻ ഇനി 5 മാസം കൂടി കഴിയുമ്പോൾ നിന്റെ കഥ ഇവിടെ കഴിഞ്ഞിരിക്കും എന്ന കാലത്തിന് ദൂരമല്ല. കൂടി നിൽക്കണം, ചേർന്ന് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ രാജനീതി പാലിക്കണം. രാജനീതി പാലിക്കണം.